എല്ലാ കുട്ടികൾക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കൾ, നമ്മൾ ഒരു കഥയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഠാക്കൂർ കാ കുവ. എഴുതിയത് പ്രേംചന്ദ് ആണെന്നറിയാലോ അല്ലേ. ഇതിൽ ജാതിമത ഭേദം, അതായത് ജാതിപ്രഥ, ഊഞ്ച നീച ഭേദഭാവം, അതാണ് നമ്മൾ എടുത്തത് അല്ലേ. ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ വിഷമങ്ങളൊക്കെയാണ്. ഇതിൽ കഥാപാത്രങ്ങൾ ജോക്കുവും ഗംഗിയും ആയിരുന്നു. അവർ രണ്ടാളും അച്ചൂത്താണ്, തൊട്ടുകൂടാത്തവരാണ്. ഇതിൽ മറ്റൊരു കഥാപാത്രമാണ് ഠാക്കൂർ. അയാൾ ഉയർന്ന ജാതിക്കാരനൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോക്കുവിന് കൊടുത്ത വെള്ളത്തിൽ എന്തോ ഒരു ബാഡ് സ്മെല്ല്. അപ്പോൾ അദ്ദേഹം ഗംഗയോട് പറയും, ഇതെന്താ ഇങ്ങനെ ബാഡ് സ്മെല്ല്, എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ ഗംഗി പറയും, എന്താണെന്നറിയില്ല, ഞാൻ ഇന്നലെ കൊണ്ടുവച്ചതാണ്, അപ്പോഴാ വെള്ളത്തിൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെ അവളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ സ്മെല്ല് നോക്കും. ശരിയാണ്, നല്ല സ്മെല്ലുണ്ട്, ചീത്ത സ്മെല്ല്. അങ്ങനെ അവൾ പറയും, കുഴപ്പമില്ല, നിങ്ങൾ കുടിക്കേണ്ട, എന്നൊക്കെ ഞാൻ വേറെ വെള്ളം കൊടുത്തതെന്ന് പറയും. അപ്പോൾ അവർ പറയും, എവിടെ നിന്ന് വേറെ വെള്ളം കൊണ്ടുവരും, ഠാക്കൂറിൻ്റെ അടുത്തേക്ക് പോകാൻ പറയാൻ അതിന് അടിച്ചോടിക്കും. സാഹുജീനെ കയറാണെങ്കിൽ ബുദ്ധിമുട്ടാണ്, പിന്നെ വേറെ കയറ് ഇവിടെ ഇല്ല എന്ന് പറയും. എന്തായാലും വേണ്ടില്ല, നിങ്ങൾക്ക് ചീത്തവെള്ളം ഒന്നും കുടിക്കേണ്ട, ചീത്തവെള്ളം കുടിച്ചാൽ അസുഖം കൂടും, പക്ഷേ അത് തിളപ്പിച്ച് കുടിച്ചാൽ പോവും എന്ന് പാവം ഗംഗയ്ക്ക് അറിയില്ല. അങ്ങനെ ഇവള് പറയും, സാരമില്ല. അങ്ങനെ ഇവള് തക്കം പാർത്ത് ഒരു രാത്രി 9 മണിയായ സമയത്ത് ഠാക്കൂറിൻ്റെ കിണറിൻ്റെ അടുത്തേക്ക് വെള്ളം കോരാൻ വേണ്ടി പോവുകയാണ്. കട്ടെടുക്കാൻ പോകും വെള്ളം. ഒന്ന് ആലോചിച്ച് നോക്കൂ, വെള്ളം കട്ടെടുക്കുന്ന അവസ്ഥ. അങ്ങനെ കട്ടെടുക്കാൻ പോണ സമയത്ത് അവിടെ ചുറ്റുപാടും കുറേ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാ ആളുകളും പോയി അപ്പോൾ ഇങ്ങനെ മെല്ലെ ആൾമറേൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ജക്കത്തെന്ന് പറയും, ആൾമറയ്ക്ക് അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വെള്ളം കോരാൻ വേണ്ടി കയറും കപ്പിയൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് എന്തൊക്കെയോ ആരൊക്കെയോ വരുന്ന സൗണ്ട് കേൾക്കും. അങ്ങനെ അവൾ പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മരത്തിൻ്റെ തണലിലേക്ക് പോകുന്നതാണ് സിറ്റുവേഷൻ. അതിനിടയ്ക്ക് അവൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവരെപ്പോഴും ഉയർന്നവരെന്ന് വെറുതെ പറയും, എല്ലാ കള്ളത്തിനും ചെയ്യും. ഒരാളിനെ വരെ കൊന്നിട്ടുണ്ട് കള്ളന്മാർ. പിന്നെയാണെങ്കിലോ എണ്ണയിലാണെങ്കിൽ നെയ്യിലത് എണ്ണ ചേർത്ത് വിറ്റവനാണ് വ്യാപാരി. പിന്നെ ഇയാളെ വീട്ടിലാണെങ്കിൽ പൂജാരിയാണെങ്കിലോ ഫുൾ ടൈം അവിടെ എന്താ ഉള്ളത്, ചൂതുകളിയാണ്. അപ്പോൾ എന്നിട്ട് അവരെപ്പോഴും ഉയർന്നവരെന്ന് പറയും അല്ലേ. അങ്ങനത്തെ സ്വഭാവമാണ് ഇവർക്ക്. ആരോടും ഒരു സ്നേഹവും ഇല്ല. പാവം മെഹങ്കൂന് ഒരു ദിവസം എന്ത് ചെയ്തിട്ടറിയോ, കൂലി ചോദിച്ചതിൻ്റെ പേരിൽ അടിച്ച് റെഡിയാക്കി, എന്നിട്ട് അവൻ്റെ വായിൽ കൂടെ ചോര തുപ്പി 1 മാസം കഴിഞ്ഞ് പാവം ചത്തുപോയി അല്ലേ. ഇങ്ങനെയുള്ള ഇവരാണോ വലിയവർ? അങ്ങനെയൊക്കെ നമ്മളെ ഗംഗി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ആരോ വരുന്ന സൗണ്ട് കേട്ടത്. ബാക്കി നമുക്ക് നോക്കാം, ആരാ നോക്കാം. कुएं पर स्त्रियां पानी भरने आई थी, इनमें बात हो रही थी, खाना खाने चले और हुक्म हुआ कि ताज़ा पानी भर लाओ, गड्ढे के लिए पैसे नहीं हैं, हम लोगों को आराम से बैठे देकर जैसे मर्दों को जलन होती है. അപ്പോൾ ആ കുയേപ്പ കിണറ്റിലേക്ക് സ്ത്രീയാ പാനി ഭർണെ ആയിതി, 2 സ്ത്രീകൾ വെള്ളം നിറയ്ക്കാൻ വന്നതായിരുന്നു. ഇൻമേം ബാത്തേ ഹോരഹി, അവർ തമ്മിൽ എന്ത് ചെയ്യാണ്, ബാത്തേം ഹോരഹി ഹേ, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കാന കാനെ ചലെ ഓർ ഉക്കും ഉവാക്കി താസ പാനി ബർലാവു. അപ്പോൾ ഒരു സ്ത്രീ പറയുകയാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നടക്കുകയാണ്, അപ്പോഴാണ് ആജ്ഞാപിക്കുക, താസ പാനി ബർലാവു, നല്ല ഫ്രഷ് വെള്ളം കൊണ്ടുപോകാമെന്ന്. ഗഡേക്കേലി പൈസ നെയ്യേ, ഒരു കുടം വാങ്ങി വെക്കാൻ പോലും പൈസ കയ്യിലില്ലേ. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ആജ്ഞാപിക്കുക, വെള്ളം കൊണ്ടുപോകാമെന്ന്. ഒരു കുടം വാങ്ങി വെച്ച് അതിൽ വെള്ളം നിറയ്ക്കാം, കുടം വാങ്ങാനുള്ള പൈസയൊന്നും ഇല്ലേന്ന്. അപ്പം മറ്റേ സ്ത്രീ പറയാണ്, ആം ലോഗോം കോ ആരാം സെ ബൈറ്റി ദേക്കർ ജൈസെ മർദോം കോ ജലൻ ഹോത്തിയെ. നീ പറഞ്ഞത് ശരിയാണ്. ആം ലോഗോം കോ, നമ്മൾ ആരാം സെ ബൈറ്റേ ദേക്കർ, സുഖമായിട്ട് വിശ്രമിക്കുന്നത് കാണുമ്പോൾ എന്താ ഈ പുരുഷന്മാർക്ക് നമ്മോട് അസൂയാണോ? മർദ്ദോ പറഞ്ഞാൽ പുരുഷന്മാർക്ക് കേട്ടോ. ജലൻ ഹോത്തിയെ, എന്താണ് അസൂയ തോന്നുന്നുണ്ടോ? നമ്മളെ സുഖമായിട്ട് വിശ്രമിക്കുന്നത് കാണുമ്പോൾ ഈ ആണുങ്ങൾക്ക് എന്താണ്, ഭയങ്കര അസൂയ. അതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമെന്ന് തന്നെ പറയും വെള്ളം കൊണ്ടുപോകാമെന്ന്. അപ്പം മറ്റേ സ്ത്രീ പറയാൻ, ഏത്തോ ഒന്ന ഊഹാക്കി കൽസിയ ഉടാക്കർ ബർലാത്തെ, എന്നാലോ ഒന്നും ഉണ്ടാവില്ല, ഒരു കുടം പോലും എടുത്ത് വെള്ളം നിറയ്ക്കാനുള്ള കുടം. കൽസിയ പറഞ്ഞാൽ എന്താണ്, പോട്ടാട്ടോ, ചെറിയ മൺപാത്രം, ഒരു ചെറിയ മൺപാത്രം പോലും ഉണ്ടാവില്ല. ബസ് ഉക്കും ചലാദിയാക്കി താസ പാനിയിലാവൂ, പക്ഷെ ആജ്ഞാപിക്കുക മാത്രം ചെയ്യും, ഫ്രഷ് വെള്ളം കൊണ്ടുപോവാ,
ജൈസെ ഹം ലൗഡിയാ ഗീത്തോ ഹേ, നമ്മളെന്താ അവരെ വേലക്കാരികളാ എന്നൊരു സ്ത്രീ ചോദിക്കും. ലൗഡിയ പറഞ്ഞാൽ മക്കളെ നൗക്കർ കേട്ടോ, വേലക്കാരികളാണോ എന്ന് ചോദിക്കുകയാണ്. ലൗഡിയ നെഹീത്തോ ഓർ ക്യാ ഹോ തും, റോട്ടി കപ്പട നെഹി പാത്തി, 10-5 रुपये भी चीन चपाट कर ले ही लेती हूँ और लौंडियाँ कैसे होती हैं. അപ്പം മറ്റേ സ്ത്രീ പറയട്ടെ, മറ്റേ സ്ത്രീ ലൗണ്ടിയ നെയ്ത്തോ ഓർക്കാവോത്തും, വേലക്കാരികളല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ആരാ? റോട്ടി കപ്പട നെഗി പാത്തി, നിനക്ക് എന്താ തിന്നാനും വസ്ത്രം ധരിക്കാനുള്ള സാധനം കിട്ടുന്നില്ലേ? അതുമാത്രമല്ല 10-5 रुपये भी चीन चपट कर लेगी लेती हैं, 5-10 ഉറുപ്പിയ ആരും കാണാതെ കട്ടെടുത്ത് ഒളിപ്പിച്ച് മാറ്റി വെക്കുന്നില്ലേ? ഭർത്താവിൻ്റെ കീശയിൽ നിന്നും 5-10 ഉറുപ്പിയ എടുത്ത് അടിച്ചു മാറ്റി വെക്കുന്നുണ്ടല്ലോ. തിന്നാനുള്ള ഭക്ഷണവും ധരിക്കാനുള്ള വസ്ത്രവും തരുന്നുണ്ട്. ഓ ലൗട്ടിയാൻ കൈസി ഓത്തിയേ. അപ്പം നമ്മൾ എന്തായാലും വേലക്കാരികളല്ല. വേലക്കാരികൾ എങ്ങനെയാവുക? വേലക്കാരികൾക്ക് ജോലിത്തെ കൂലി മാത്രമല്ലേ കൊടുക്കുള്ളൂ അല്ലേ? സ്വന്തം ഭർത്താവിൻ്റെ കീശയിൽ നിന്ന് പൈസ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ, അത് ഭാര്യമാർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ആരല്ല, വേലക്കാരികൾ എങ്ങനെയാവുക എന്ന് ചോദിക്കും. അടുത്ത പാരാഗ്രാഫ്. मत लजाओ दीदी, जिन बार आराम करने की जी तरस कर रह जाता है, इतना काम किसी दूसरे के घर कर देती तो इसे कहीं आराम से करती, ऊपर से वो एहसान मानता, यहाँ काम करते करते मर जाओ पर किसी का मुँह ही सीधा नहीं होता. मत लजाओ दीदी, ഒന്ന് മിണ്ടാതിരിക്കുന്ന ചേച്ചി, നാണക്കേട് വരുത്തല്ല ചേച്ചി. ചിൻബർ ആരാം കർണേക്കോ ജി തരസ്കർ രേ ജാത്തായ്, മനസ്സ് നിറഞ്ഞൊന്ന് വിശ്രമിക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. നല്ലവണ്ണം ഒന്ന് വിശ്രമിക്കാൻ എൻ്റെ മനസ്സ് വല്ലാതെ തരസ്കർ വല്ലാതെ ആഗ്രഹിക്കുന്നു. ഇത്തിനാ കാം കിസി ദൂസരേക്ക് ഗർ കർ ദേത്തിത്തോ, ഇത്രയും ജോലി മറ്റൊരു വീടുകളിൽ പോയി ചെയ്തിരുന്നുവെങ്കിൽ, ഇസസേ കാഹിം ആരാം സേ രേത്തി, ഇതിലും അധികം വിശ്രമത്തിൽ ഇരിക്കാമായിരുന്നു. ഊപ്പർ സേ വോ എഹ്സാസ് മാൻത, അതിലുപരിയായി അവർ നന്ദിയും കാണിക്കും. നമ്മോട് അവർക്ക് എന്തുണ്ടാവും? നമ്മൾ ഒരു റെസ്പെക്റ്റും ഉണ്ടാവും. യഹാം കാം കർത്തേ കർത്തേ മർ ജാവോ, ഇവിടെയാണെങ്കിലോ ജോലി എടുത്തെടുത്ത് ചത്തു പോവാറായി. കിസീക്ക മുഖി സീതാ നെഹി ഹോത്ത, എന്നാലും ആരുടെ മുഖവും സീതാ നെഹി ഹോത്ത തെളിയുകയില്ല, നേരാവില്ല. എത്ര തന്നെ ജോലി എടുത്ത് അടുപൊട്ടിയാലും ശരി ചത്തുപോവും. എന്നാലും ഇവിടെയുള്ളവന്മാരുടെ മുഖത്ത് എന്തുണ്ടാവില്ല? തെളിവുണ്ടാവില്ല. ഇതേ ജോലി വേറെ എവിടെയെങ്കിലും പോയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അവർ നമ്മോട് ഇത്രയും വിശ്രമിക്കാനുള്ള സമയവും ഉണ്ടാവും, നമ്മോട് അവർക്ക് നന്ദിയും ഉണ്ടാകുമായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പം ഇത്രയും ഭാഗത്തിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, ഒന്ന് എഴുതിയെടുത്തോളൂ. എല്ലാവരും എഴുതണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. कुएं पर കേട്ടോ, कुएं पर कौन आया, कुएं पर कौन आया, वे दोनों क्या बातें करते हैं. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, वे लौटियाँ नहीं तो फिर कौन है, वे लौटियाँ नहीं तो फिर कौन है, അവർ വേലക്കാരികളല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് കേട്ടോ. थर्ड क्वेश्चन, दूसरों के घर जाकर इतना काम करे तो क्या होगा, दूसरों के घर जाकर इतना काम करे तो क्या होगा, മറ്റുള്ളവരെ വീട് ഇപ്പോൾ ഇത്രയും ജോലി എടുത്താൽ എന്താ ഉണ്ടാവുക? അതുവരെ മനസ്സിലായില്ലേ? ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക. दोनों पानी भरकर चली गई तो गंगी वृक्ष की छाया से निकली और कुएं की जगत के पास आई, बेफिक्रे चले गए थे. ठाकुर भी दरवाज़ा बंद कर अंदर आंगन में सोने जा रही थी. गंगी ने क्षणिक सुख की सांस ली. किसी तरह मैदान को साफ हुआ. अमृत चुरा लाने के लिए जो राजकुमार किसी ज़माने में गया था
वो भी शायद इतनी सावधानी के साथ और समझ बूझ कर न गया हो। गंगी दबे पा कुएं की जगत पर चढ़ी। विजय का ऐसा अनुभव उसे पहले न हुआ था। दोनों പാനി ഭർക്കർ ചലി ഗയി. അങ്ങനെ രണ്ട് സ്ത്രീകളും വെള്ളവും നിറച്ചിട്ട് പോയി. തോ ഗംഗി വൃക്ഷയ്ക്ക് ഛായാസെ നികലി. ആ മരത്തിൻ്റെ നിഴലിൽ നിന്നും പുറത്തേക്ക് വന്നു. ഓർ കുയേക്ക് ജഗത് പാസായി. എന്നിട്ട് കിണറിൻ്റെ ആൾമാരുടെ അടുത്തേക്ക് വന്നു. ബേഫിക്രെ ചലേ ഗയേദേ. അവിടെ വെറുതെ നിന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? പോയി. ബേഫിക്ര അവിടെ നിന്നില്ല, കുറേ അവരൊക്കെ പോയി. ठाकुर भी दरवाजा बंद कर अंदर आंगन में सोने जा रहे थे. ठाकुर വാതിലൊക്കെ അടച്ച് അകത്തേക്ക് ഉറങ്ങാൻ വേണ്ടി പോയി. ഗംഗീനെ ക്ഷണിക്ക് സൂക്കി സാസ് ലി. ഹാവു എന്ന് ഇപ്രകാരം ഒരു നിമിഷ നേരത്തേക്ക് ഒരു സുഖത്തിൻ്റെ ഒരു ശ്വാസം, ഒരു ദീർഘനിശ്വാസം ഗംഗി വിട്ടു. കിസി തര മൈതാൻ തോ സാഫ് ഹുവ. ആവു എങ്ങനെയൊക്കെയോ ആ ഗ്രൗണ്ട് ഫ്രീ ആയി, ശാന്തമായി, സാഫായി. അറിയില്ല. अमृत चुरा लाने के लिए जो राजकुमार किसी ज़माने में गए था वो भी शायद इतनी सावधानी के साथ और समझ बूझ कर न गया हो. അതായത് അമൃത് ചുരാലാനെ കേലിയെ, അമൃത് കട്ടുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതൊരു രാജകുമാരനാണോ ഏതോ ഒരു നൂറ്റാണ്ടിൽ പോയിരുന്നത്, അദ്ദേഹവും പോലും ഒരു പക്ഷേ ഇത്രയും സാവധാനിക്ക് സാത്ത്, ഇത്രയും ശ്രദ്ധയോടുകൂടി സമജ് ബൂജ്കർ മനസ്സിലാക്കിയിട്ട് ന ഗയാഹോ പോയിട്ടുണ്ടാവില്ല. അമൃത് കട്ടെടുക്കാൻ പോയ രാജകുമാരൻ അല്ലേ, പണ്ട് പാലാഴി മദനം കഴിഞ്ഞപ്പോൾ അമൃത് കിട്ടിയ അമൃതും കൊണ്ട് ഏതോ ഒരു രാക്ഷസൻ പോയി. അവൻ്റെ അടുക്കിൽ നിന്നും അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അമൃത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പോയ രാജകുമാരൻ പോയിരുന്നു. അദ്ദേഹം പോലും ഇത്രയധികം ശ്രദ്ധയോടു കൂടി പോയിട്ടുണ്ടാവില്ല. അത്രയും അധികം ശ്രദ്ധയോടും മനസ്സിലാക്കിയും കൊണ്ടാണ് ആര് പോയത്? ഗംഗി വെള്ളം കോരാൻ വേണ്ടി പോയത്. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അമൃത് ചുരാലാനെ കേലിയെന്ന്. ഗംഗി ദവീപ കുയേക്കി ജഗത് പർ ചടി. ഗംഗി പതിഞ്ഞ കാലോട് കൂടിയിട്ട് ആൽമയുടെ അടുത്ത് കയറി. വിജയ്ക്ക ഐസ അനുഭവം ഉസേ പഹലേ നവാദാ. വിജയത്തിൻ്റെ ഈ ഒരു അനുഭവം, ഈ രീതിയുടെ അനുഭവം അവർക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം ഇവർ അച്ചൂത്താണല്ലോ, തൊട്ടുകൂടാത്തവരല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മറ്റുള്ളവരൊക്കെ കിണറ്റിൽ പോയിട്ട് വെള്ളം കോരാൻ പറ്റൂല. അതും ഠാക്കൂറിൻ്റെ കിണറല്ലേ. അപ്പോൾ അവർക്ക് എന്ത് തോന്നി? ഇത് വല്ലാത്തൊരു വിജയം, ഇതുവരെ ഒരു കാര്യം വിജയിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം വിജയിച്ചതുപോലെ ആർക്ക് തോന്നുകയാണ്? ഗംഗയ്ക്ക് തോന്നി. മനസ്സിലായില്ലേ? ഇനി അടുത്ത പാരഗ്രാഫ് ആട്ടോ. उसने रस्सी का फंदा गड्ढे में डाला, दाई बाई चौकन्नी दृष्टि से देखा, जैसे कोई सिपाही रात को शत्रु के किले में सुराग कर रहा हो. अगर इस समय वो पकड़ ली गई तो फिर उसके लिए माफ़ी या रियायत की रद्दी पर उम्मीद नहीं. अंत में देवताओं को याद करके उसने कलेजा मजबूत किया और गड़ा कुएं में डाल दिया. അങ്ങനെ ഉസ്നെ രസ്സി കാ പന്ത ഗഡേ മേ ഡാല. അങ്ങനെ അവള് ആ കയറിൻ്റെ കുരുക്ക് ഗഡേ മേ ഡാല, ആ കുടത്തിലേക്ക് ഇട്ടു. ദായേ ബായേ, ഇടത്തും വലത്തും, ചൗക്കന്നി ദൃഷ്ടിസേ, വളരെ കാകദൃഷ്ടിയോടുകൂടി, വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കി. ജൈസെ, എന്തുപോലെ, കോയി സിബായി, ഏതോ ഒരു പട്ടാളക്കാരൻ രാത്രിയിൽ ശത്രുവിൻ്റെ കോട്ടയിലേക്ക് പ്രവേശിച്ചതുപോലെ. കിസി, അത് അണ്ടർലൈൻ ചെയ്യട്ടോ. കിസി കോയി സിബായി, ഏതൊരു സിബായി രാത്തുക്കോ ശത്രുക്കെ കിലേമേം, ശത്രുവിൻ്റെ കോട്ടയിൽ സുരാക്കർ രഹായി, ദ്വാരമുണ്ടാക്കാൻ കയറിയതുപോലെ. പിന്നെ എന്ത് ചെയ്തു? അവിടേക്ക് ശ്രദ്ധയോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. കാരണം എന്തിന്? കുടത്തിൻ്റെ മുകളിൽ കയറൊക്കെ കെട്ടിയിട്ടിട്ടോ. ഓക്കെ.